കൊത്തിവെച്ച വെണ്ണക്കൽ ശില്പം പോലെ. ആര്? അയലത്തെ ആ സുന്ദരി. നീ അവളെ അനന്തതയുടെ അജ്ഞാത നീലിമയിൽ ഒഴുകി വരുന്ന ഒരു അപ്സരസായി കണ്ടോ? കണ്ടു. എന്റെ അമ്മേ, നീലനിഷീദിനിയിൽ താമരപ്പൊയ്കയിൽ നീന്തി തുടിക്കുന്ന ഒരു അരയന്നമായി കണ്ടോ? കണ്ടു. നീ മറ്റൊരരയന്നമായി നീലത്തടാകത്തിൽ നീന്തി തുടിക്കുമ്പോൾ ദേഹപ്പൂക്കളുമായി കാത്തു നിന്നപ്പോൾ ഒരു സ്വപ്ന സുന്ദരിയെ പോലെ അവൾ വരുന്നത് നീ കണ്ടോ? അതേളിയാ, ഞാൻ കണ്ടു. പച്ച പട്ടുടുത്ത പ്രകൃതിയിൽ പട്ടുമുടുത്തൊരു പച്ചപ്പനന്തത്തെയായി പാട്ടും പാടി അവൾ പറന്നു വരുന്നതായി നിനക്ക് തോന്നിയോ? തന്നെ തന്നെ എനിക്ക് തോന്നി. എന്റെ മനസ്സ് ഇത്ര മനോഹരമായിട്ട് മനസ്സിലാക്കാൻ നിനക്ക് എങ്ങനെ കഴിഞ്ഞു? നീ എന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാ? പെണ്ണുങ്ങളെ കാണുമ്പോ മാത്രമേ നിനക്ക് ഈ വാചകങ്ങൾ ഓർമ്മ വരൂ. പക്ഷെ ഈ വാചകങ്ങൾ എന്റെ മനസ്സിൽ വർഷങ്ങൾക്ക് മുമ്പ് പതിഞ്ഞു പോയടാ. എങ്ങനെ? എഴുടാ എഴുടാ കഴിവറ മോനെ, എന്റെ ജീവിതം ഒരിക്കൽ കൂടി കുളം തോണ്ടാൻ വേണ്ടിയാണോടാ നീ ഇങ്ങോട്ട് എഴുന്നള്ളിയിരിക്കുന്നത്? അളിയ, നീ എടാ, ഇതേ വാക്കുകൾ നീ എന്നോട് 1979-ൽ ആ കോളേജിൽ ലതാ എസ് നായരെ പ്രേമിച്ചു നടന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട്. നിന്റെ ആത്മാർത്ഥ പ്രേമത്തിൽ വിശ്വസിച്ച ഞാൻ അന്ന് നീ തന്ന എഴുത്ത് അവൾക്ക് കൊടുത്തപ്പോൾ, അവളത് പ്രിൻസിപ്പലിനോട് കംപ്ലൈന്റ് ചെയ്തപ്പോൾ, പ്രിൻസിപ്പൽ നിന്നെ വിളിച്ച് ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ നിനക്കൊന്നും അറിഞ്ഞൂടാന്ന് പറഞ്ഞു ഞാനാണ് ആ എഴുത്ത് എഴുതിയെന്ന് പറഞ്ഞ് നീ കൈമലർത്തി. എന്നെ സസ്പെൻഡ് ചെയ്ത് പുറത്താക്കിയപ്പോൾ മുങ്ങിയ നീ പിന്നീട് 1989-ൽ ബാംഗ്ലൂരാണ് പൊങ്ങുന്നത്. അതൊക്കെ പണ്ട്. എടാ, ഒരു പോലീസ് ഇൻസ്പെക്ടർ ആയപ്പോഴെങ്കിലും നീ ഒന്ന് നന്നാവുമെന്ന് ഞാൻ വിചാരിച്ചു. എനിക്ക് തെറ്റിപ്പോയടാ. മാനവും മര്യാദയായിട്ട് ജീവിക്കുക. വേണമെങ്കിൽ നിന്റെ കാല് പിടിക്കാം. എന്റെ ജോലി ഇല്ലാതാക്കരുത്. അളിയ, ഞാൻ പറയുന്നത് നീ ഒരു പുല്ലും പറയണ്ട. കള്ളനെ പിടിച്ചില്ലെങ്കിലും വേണ്ടില്ല, ഇനി മേലാലി ഇൻവെസ്റ്റിഗേഷൻ റൂമിൽ പെണ്ണ് പ്രേമം നിങ്ങളെ മിണ്ടിപ്പോയാൽ എന്റെ അമ്മയാണ് നിന്നെയും കൊല്ലും ഞാനും ചാവും. ലോനപ്പൻ കളിയിക്കാനാണ് സത്യം. അതാര്? നിനക്കറിയില്ലല്ലേ? മൈ ഫാദർ.